സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്ന് 8ാം ക്ലാസ്സിന്റെ വ്യത്യാസത്തിലുണ്ടായിരുന്നത് മാത്സ് ആയിരുന്നു. അതിന്റെ വർക്ക്ഷീറ്റ്സും ആൻസേഴ്സുമാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. അത് ഏതാണെന്ന്? അതെ, ബഹുഭുജങ്ങൾ, പോളിഗൺസ്. അപ്പോൾ എന്താണ് പോളിഗൺസ് എന്ന് നമുക്ക് നോക്കാം. മൂന്നോ അതിലധികമോ വശങ്ങളുള്ള അടഞ്ഞ രൂപങ്ങളാണ് ബഹുഭുജങ്ങൾ. മൂന്നോ അതിലധികമോ വശങ്ങളുള്ള അടഞ്ഞ രൂപങ്ങളാണ് ബഹുഭുജങ്ങൾ. Closed figures having 3 or more sides are called polygons. Closed figures having 3 or more sides are called polygons. അപ്പോൾ നിങ്ങൾ ചാപ്റ്ററിന്റെ പേര് എഴുതിയിട്ട് ആദ്യം എഴുതേണ്ടത് ഇതാണ്. അതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് പല ടൈപ്സിലുള്ള പോളിഗൺസ് ഒക്കെ പഠിച്ചു. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 3 വെച്ചിട്ടാണ് തുടങ്ങുന്നത്. 3 സൈഡ്സ് വെച്ചിട്ടാണ് പോളിഗൺസ് തുടങ്ങുന്നത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 3 സൈഡ്സ് ഉള്ളതിനെ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. സോ 3 സൈഡ്സ് ട്രയാങ്കിൾ. 4 വശങ്ങളുള്ളതിനെ 4 സൈഡ്സ് ഉള്ളതിനെ ക്വാഡ്രിലാറ്ററൽ എന്നാണ് പറയുന്നത്. സോ 4 സൈഡ്സ് ക്വാഡ്രിലാറ്ററൽ. 5 വശങ്ങളുള്ള പോളിഗൺസിന്റെ ബഹുഭുജങ്ങളെ നമ്മൾ പഞ്ചഭുജം, പെന്റഗൺ എന്നാണ് പറയുന്നത്. സോ 5 സൈഡ്സ് പെന്റഗൺ. അതിനുശേഷം 6 വശങ്ങളുള്ള ബഹുഭുജങ്ങളെ നമ്മൾ ഷഡ്ഭുജം എന്നാണ് പറയുന്നത്, ഹെക്സഗൺ. 6 സൈഡ്സ് ഹെക്സഗൺ. 7 സൈഡ്സ് ഉള്ളതിനെ ഹെപ്റ്റഗൺ എന്നാണ് പറയുന്നത്. സോ 7 സൈഡ്സ് ഹെപ്റ്റഗൺ. 8 സൈഡ്സ് ഉള്ളതിന് 8 വശങ്ങളുള്ളതിന് ഒക്ടഗൺ എന്നാണ് പറയുന്നത്. ഇനി 9 സൈഡ്സ് 9 വശങ്ങളുള്ളതിനെ നെണ്ണഗൺ എന്നാണ് പറയുന്നത്. അവസാനം 10 സൈഡ്സ് ഉള്ളതിനെ ടെക്കഗൺ എന്നാണ് പറയുന്നത്. സോ 3 സൈഡ്സ് ഉള്ളതിനൊക്കെ നമ്മൾ ട്രയാങ്കിൾ, 4 സൈഡ്സ് ക്വാഡ്രിലാറ്ററൽ, 5 സൈഡ്സ് പെന്റഗൺ, 6 സൈഡ്സ് ഹെക്സഗൺ, 7 സൈഡ്സ് heptagon, 8 sides octagon, 9 sides nennagon and 10 sides decagon. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ സാറ് പഠിപ്പിച്ചതുപോലെ ഒരു 2 ട്രയാങ്കിൾസ് ചേർത്ത് വെച്ചാൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു ട്രയാങ്കിൾസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതായത് അതിന്റെ വശം കൂട്ടിയാൽ 180 ഡിഗ്രി ആവണം, എന്നാലേ അത് ഒരു വലിയൊരു ത്രികോണമായിട്ട് കിട്ടുള്ളൂ, അല്ലേ? ഒരു സൈഡ് 5 സെന്റിമീറ്റർ എടുത്തിട്ട് ഒരു ത്രികോണത്തിൽ 120 ഡിഗ്രി എടുത്തപ്പോൾ മറ്റേതിൽ 60 ഡിഗ്രിയാണ് എടുത്തത്. അപ്പോൾ അത് രണ്ടും കൂട്ടിയാൽ നമുക്കറിയാം 150 ഡിഗ്രി കിട്ടുക. അങ്ങനെയാണ് ഒരു വലിയൊരു ത്രികോണമായത്. അപ്പൊ ഇതിൽ കൂടുതൽ ഇതിൽ കുറവോ വന്നാൽ അത് ത്രികോണം ആവില്ല. ഇനി നമുക്ക് ഇന്നത്തെ അസൈൻമെന്റ്സിലേക്ക് പോകാം. അസൈൻമെന്റ് എന്ന് പറയുന്നത് റൈറ്റ് ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ഈച്ച് പോളിഗൺ. നമ്മൾ പഠിച്ച ഓരോ പോളിഗണും ഇല്ലേ, അതായത് ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, അപ്പൊ അതിന്റെ ഓരോരോ സ്പെഷ്യാലിറ്റീസ് എഴുതാനാണ് ഇന്നത്തെ അസൈൻമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് അതിൽ ഓരോന്നിലൂടെയും കടന്നു പോകാം. ആദ്യം നമുക്ക് 3 വശമുള്ള ട്രയാങ്കിൾ, ത്രികോണം എന്ന ബഹുഭുജ പോളിഗൺ നോക്കാം. ത്രികോണം. A triangle has 3 sides, 3 angles and 3 vertices. The sum of all internal angles of a triangle is always equal to 180 degree. The sum of the length of any 2 sides of a triangle is greater than the length of the third side. A triangle has 3 sides, 3 angles and 3 vertices. The sum of all internal angles of a triangle is always equal to 180 degree. The sum of the length of any 2 sides of a triangle is greater than the length of the third side. ഒരു ത്രികോണത്തിന് 3 വശങ്ങളും 3 കോണുകളും 3 അറ്റങ്ങളും ഉണ്ട്. ഒരു ത്രികോണത്തിന്റെ എല്ലാ ആന്തരിക കോണുകളുടെയും ആകെത്തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും.
180 ഡിഗ്രി ആയിരിക്കും. ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും രണ്ട് വശങ്ങളുടെ നീളത്തിന്റെ തുക മൂന്നാമത്തെ വശത്തിന്റെ നീളത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മൾ പഠിച്ചതാണല്ലേ. ഒരു രണ്ട് വശങ്ങൾ അല്ലെങ്കിൽ അത് എന്താവില്ല, ഒരു ട്രയാങ്കിൾ ആവില്ല. മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലായിരിക്കണം ബാക്കി രണ്ട് വശങ്ങളുടെ തുക എന്നത്. ഒരു ത്രികോണത്തിന് 3 വശങ്ങളും 3 കോണുകളും 3 അറ്റങ്ങളും ഉണ്ട്. ഒരു ത്രികോണത്തിന്റെ എല്ലാ ആന്തരിക കോണുകളുടെയും ആകെത്തുക എപ്പോഴും 180 ഡിഗ്രി ആണ്. ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും രണ്ട് വശങ്ങളുടെ നീളത്തിന്റെ തുക മൂന്നാമത്തെ വശത്തിന്റെ നീളത്തേക്കാൾ കൂടുതലാണ്. അടുത്തത് നമുക്ക് ക്വാഡ്രിലാറ്ററൽ ചതുർഭുജത്തിന്റെ സ്പെഷ്യാലിറ്റീസ് നോക്കാം. സോ ചതുർഭുജം, ക്വാഡ്രിലാറ്ററൽ. In geometry, a quadrilateral can be defined as a closed two-dimensional shape which has 4 straight sides. The polygon has 4 vertices or corners. In geometry, a quadrilateral can be defined as a closed two-dimensional shape which has 4 straight sides. The polygon has 4 vertices or corners. ജ്യാമിതിയിൽ ഒരു ചതുർഭുജത്തെ 4 നേരായ വശങ്ങളുള്ള ഒരു അടച്ച ദ്വിമാന രൂപമായി നിർവചിക്കാം. ബഹുഭുജത്തിന് 4 മൂലകൾ ഉണ്ട്. ജ്യാമിതിയിൽ ഒരു ചതുർഭുജത്തെ 4 വശങ്ങളുള്ള ഒരു അടച്ച ദ്വിമാന രൂപമായി നിർവചിക്കാം. ബഹുഭുജത്തിന് 4 മൂലകൾ ഉണ്ട്. അടുത്ത നമ്മൾ പഠിച്ച പോളിഗൺ എന്ന് പറയുന്നത് പെന്റഗൺ ആണ്, പഞ്ചഭുജം. അപ്പൊ ഈ പോളിഗണും പഞ്ചഭുജവും പെന്റഗണും തമ്മിലും മാറിപ്പോകരുത്. പോളിഗൺ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന എല്ലാ ഷേപ്സിനെയും കൂടെ കോമൺ ആയിട്ട് പറയുന്നതാണ് പോളിഗൺ എന്ന് പറയുന്നത്. പെന്റഗൺ എന്ന് പറയുന്നത് 5 വശങ്ങളുള്ള 5 സൈഡ്സ് മാത്രമായി ഉള്ള ഒരു ഷേപ്പിനെയാണ് നമ്മൾ പെന്റഗൺ എന്ന് പറയുന്നത്. സോ പഞ്ചഭുജം. Pentagons can be regular or irregular and convex or concave. A regular pentagon is one with all equal sides and angles. Its interior angles are 108 degrees and its exterior angles are 72 degrees. Pentagons can be regular or irregular and convex or concave. A regular pentagon is one with all equal sides and angles. Its interior angles are 108 degrees and its exterior angles are 72 degrees. പഞ്ചഭുജം പതിവോ ക്രമരഹിതമോ കുത്തനെയുള്ളതോ ആകാം. ഒരു സാധാരണ പഞ്ചഭുജം എന്നത് എല്ലാ തുല്യ വശങ്ങളും കോണുകളും ഉള്ള ഒന്നാണ്. അതിന്റെ ആന്തരിക കോണുകൾ 108 ഡിഗ്രിയും പുറം കോണുകൾ 72 ഡിഗ്രിയുമാണ്. പഞ്ചഭുജം പതിവോ ക്രമരഹിതമോ കുത്തനെയുള്ളതോ ആകാം. ഒരു സാധാരണ പഞ്ചഭുജം എന്നത് എല്ലാ തുല്യ വശങ്ങളും കോണുകളുമുള്ള ഒന്നാണ്. അതിന്റെ ആന്തരിക കോണുകൾ 108 ഡിഗ്രിയും പുറം കോണുകൾ 72 ഡിഗ്രിയും ആണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഹെക്സഗൺ, അതായത് ഷഡ്ഭുജം എന്ന ഒരു ബഹുഭുജമാണ്, ഒരു പോളിഗൺ ആണ്. നമുക്കത് നോക്കാം. ഹെക്സഗൺ, അതിന് എത്ര സൈഡ്സ് ഉണ്ടാവും? അതെ, 6 വശങ്ങൾ ഉണ്ടാകും. ഓക്കെ. It has 6 equal sides and 6 equal angles. It has 6 vertices. Sum of interior angles equals 720 degree. Interior angle is 120 degree and exterior angle is 60 degree. It has 6 equal sides and 6 equal angles. It has 6 vertices. Sum of interior angles equals 720 degree. Interior angle is 120 degree and exterior angle is 60 degree. ഇതിന് 6 തുല്യ വശങ്ങളും 6 തുല്യ കോണുകളുമുണ്ട്. ഇതിന് 6 ശീർഷകങ്ങളുമുണ്ട്. ഇന്റീരിയർ കോണുകളുടെ ആകെ തുക 720 ഡിഗ്രിയാണ്. ആന്തരിക ആംഗിൾ 120 ഡിഗ്രിയാണ്. ബാഹ്യകോൺ 60 ഡിഗ്രിയാണ്. ഇതിന്
6 തുല്യ വശങ്ങളും 6 തുല്യ കോണുകളുമുണ്ട്. ഇതിന് 6 ശീർഷകങ്ങളുമുണ്ട്. ഇന്റീരിയർ കോണുകളുടെ ആകെത്തുക 720 ഡിഗ്രിയാണ്. ആന്തരിക കോണുകൾ 120 ഡിഗ്രിയാണ്. ബാഹ്യകോൺ 60 ഡിഗ്രിയാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന പോളിഗൺ എന്ന് പറയുന്നത് ഹെപ്റ്റഗൺ ആണ്, അതായത് സപ്തഭുജം. അതിന് എത്ര വശങ്ങൾ ഉണ്ടാവും? അതെ, 7 വശങ്ങളാണ് അതിനുള്ളത്. In heptagon, the sum of the interior angles is equal to 900 degrees. The sum of exterior angles of a heptagon is 360 degrees. For regular heptagon, the measure of the interior angle is about 128.57 degrees. In heptagon, the sum of the interior angles is equal to 900 degrees. The sum of exterior angles of a heptagon is 360 degrees. For regular heptagon, the measure of the interior angles is about 128.57 degrees. സപ്തഭുജത്തിൽ ആന്തരിക കോണുകളുടെ ആകെത്തുക 900 ഡിഗ്രിക്ക് തുല്യമാണ്. ഒരു സപ്തഭുജത്തിന്റെ ബാഹ്യ കോണുകളുടെ ആകെത്തുക 360 ഡിഗ്രിയാണ്. സാധാരണ സപ്തഭുജത്തിന് ഇന്റീരിയർ ആംഗിളിന്റെ അളവ് ഏകദേശം 128.57 ഡിഗ്രിയാണ്. സപ്തഭുജത്തിൽ ആന്തരിക കോണുകളുടെ ആകെത്തുക 900 ഡിഗ്രിക്ക് തുല്യമാണ്. ഒരു സപ്തഭുജത്തിന്റെ ബാഹ്യ കോണുകളുടെ ആകെത്തുക 360 ഡിഗ്രിയാണ്. സാധാരണ സപ്തഭുജത്തിന് ഇന്റീരിയർ ആംഗിളിന്റെ അളവ് ഏകദേശം 128.57 ഡിഗ്രിയാണ്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വർക്ക്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.